ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം, നമ്മുടെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം മൂന്നാമത്തെ ലൂക്കോസ് അതിന്റെ 23-ാമത്തെ വാക്യം, അതിന്റെ 21-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസ് 3:20. ജനമെല്ലാം സ്നാനമേൽക്കുകയും യേശുവും സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ ജനമെല്ലാം ജനമെല്ലാം സ്നാനമേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വാക്യം പലപ്പോഴും നമ്മൾ സാധാരണ പറയുകയും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്, വെള്ളത്തിൽ നിന്ന് കയറി പരിശുദ്ധാത്മാവ് ഒരു ഭാഗമാണ് നമ്മുടെ മനസ്സിലേക്ക് സുവിശേഷത്തിലെ. പക്ഷേ ഒരു ഭാഗമാണ് നമ്മുടെ മനസ്സിലൂടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്ന പ്രാർത്ഥന എന്നൊരു വാക്കതിനകത്ത് നമ്മൾ പലപ്പോഴും ആ ഒരു വാക്ക് അവിടെ ചേർത്ത് മനസ്സിലാക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ ഇതിന് വളരെ ആസക്തിയുണ്ട്. ഞാൻ ആ വാക്യം അനുസരിച്ച് മനസ്സിലാക്കുന്ന ആശയം ഇതാണ്: സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന. ജനമെല്ലാം സ്നാനമേൽക്കുന്നു, ജനമെല്ലാം സ്നാനമേൽക്കുന്നു, യോഹന്നാനോടെ സ്നാനം, യേശു അവിടെ ചെന്ന് സ്നാനമേൽക്കുന്നു. യേശു ഇവിടെ ഒന്നുമല്ല, അതിന്റെ തൊട്ടടുത്ത വാക്കാണ്. ഇവിടെ ഒന്നുമല്ല, അതിന്റെ തൊട്ടടുത്ത വാക്കാണ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം. ദൈവമക്കളെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തില് സ്വർഗം ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്റ്റെപ്പും നമ്മൾ വയ്ക്കുമ്പോൾ മറന്നുപോകില്ല. തുറക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് മറന്നുപോകില്ല. ഈ വാക്കുകളുടെ പശ്ചാത്തലം എന്താന്ന് ചോദിച്ചാൽ യേശു വർഷക്കാലം യഹൂദിയിലും ശമരിയിലും ഒരു വർഷക്കാലം ശരണരെ രോഗികളെ സൗഖ്യമാക്കാൻ പോവുകയാണ്. ഒത്തിരി സൗഖ്യമാക്കാൻ പോവുകയാണ്. ഒത്തിരി പേരെ ഉപദേശിക്കാൻ തുറക്കാൻ പോവുകയാണ്. വലിയ ദൈവപ്രവൃത്തി അങ്ങോട്ട് വലിയൊരു സ്റ്റെപ്പ് എടുത്തു യേശു കർത്താവ് പ്രാർത്ഥിച്ചു എന്നൊരു വാക്ക്. സ്തോത്രം. നമ്മൾ വിചാരിക്കും കർത്താവിന് എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? നമുക്കൊക്കെ അല്ലേ പ്രാർത്ഥിക്കേണ്ട ആവശ്യം? നമുക്കൊക്കെ കർത്താവ് എനിക്ക് തന്ന മറുപടി, ഞാൻ മനസ്സിലാക്കുന്നത് കുഴപ്പമുണ്ടെന്നുള്ളത്. ഞാൻ പ്രാർത്ഥനയെ മനസ്സിലാക്കുന്നത് എന്താണ്? ദൈവമേ, എനിക്ക് ഇത് തരണമേ, ദൈവമേ എനിക്ക് അത് തരണമേ, ദൈവമേ എനിക്ക് അങ്ങനെ കാര്യങ്ങൾ നടത്തി തരണമേ. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പ്രാർത്ഥന എന്താണ് എന്ന് ചോദിച്ചു. പക്ഷെ ശരിക്കും പ്രാർത്ഥന എന്താണ്? ആത്മീക നന്മ അനുഭവിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് ചില വ്യക്തികൾ മാത്രം ഇരിക്കുന്നതല്ല എന്ന് നമ്മൾ പറയും. അത് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ റൂമിൽ കയറും, അത് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത്. പക്ഷെ ഞാൻ പറയുന്ന ആശയം പ്രാർത്ഥന തന്നെ ഇതിലും അല്പം അല്പം കൂടെ ഉയർന്ന ഒരു മണിക്കൂർ കർത്താവ് 24 മണിക്കൂർ ചെലവഴിക്കുന്ന, കർത്താവിന്റെ കൂടെ സമയം ചെലവഴിക്കുന്ന കർത്താവിന്റെ പ്രാർത്ഥനയിൽ സ്വർഗം തുറന്നു. നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് പഴയ നിയമത്തിലും പരിചയമുണ്ട്, അവരുടെ പ്രാർത്ഥനകളിലും പരിചയമുണ്ട്. പക്ഷേ അവരുടെ പ്രാർത്ഥനകളെയും പ്രാർത്ഥനയിൽ സ്വർഗം തുറന്നു. പ്രാർത്ഥനയിൽ
പ്രാർത്ഥനയുടെ കുറേ ആശയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കർത്താവിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് 6:12 ലൂക്കോസ് 6 അല്പം കൂടെ വ്യത്യസ്തമായ ഒരു പ്രാർത്ഥന കാണുന്നില്ല. ലൂക്കോസ് 6 അല്പം കൂടെ വ്യത്യസ്തമായ ഒരു പ്രാർത്ഥന കാണുന്നില്ല. ലൂക്കോസ് 6 ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കാത്ത ഒരു മലയിൽ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു. ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി ദൈവത്തോടുള്ള രാത്രി കഴിച്ചു. ശിഷ്യന്മാരെ 12 പേരെ തെരഞ്ഞെടുത്തു. ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു 12 പേരെ തെരഞ്ഞെടുത്തു. അവിടെ ശരിക്കും കർത്താവ് ചെയ്തത് എല്ലാവരും ഉറങ്ങാൻ പോയപ്പോൾ കർത്താവ് ഉറങ്ങാതെ ഒരു മലയുടെ മേളില് ഒരു മലയുടെ മേളില് വർത്താനം പറയാം. പ്രാർത്ഥനയെ കുറിച്ച് തരുന്ന ഒരു ചിന്ത, വാക്യം നമുക്ക് പ്രാർത്ഥനയെ കർത്താവേ എനിക്ക് അത് തരണമേ, കർത്താവേ എനിക്ക് ഇത് തരണമേ, കർത്താവേ എനിക്ക് ഇതെല്ലാം വിഷയത്തിൽ ഇതെല്ലാം എനിക്ക് നിവർത്തിച്ചു തരണമേ. അതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്താൽ 5 മിനിറ്റ് കൊണ്ട് തീരുവത്. 5 മിനിറ്റ് കൊണ്ട് തീരുവത്. പിന്നെ ആ ലിസ്റ്റ് മെമ്പേഴ്സിനെയും ഇവരുടെ വിഷയം എല്ലാം കൂടെ പറഞ്ഞാലും ഒരു 10 മിനിറ്റേ പോകത്തുള്ളൂ. ഏറി വന്നാൽ 1 മണിക്കൂർ വിചാരിച്ചു. പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ 1 മണിക്കൂറോളം പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ എല്ലാം കൂടെ 1 മണിക്കൂർ പ്രാർത്ഥനയിലേക്ക് വിഷയങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിയായിട്ട് ബ്ലോക്കിലേക്ക് നോക്കുമ്പോഴാണ് ഇനി എങ്ങനെയാ ബാക്കി 3/4 മണിക്കൂർ സമയം ചെലവഴിക്കുന്നത്, ഇനി എങ്ങനെയാ ബാക്കി 3/4 മണിക്കൂർ പിന്നെ ഏതെങ്കിലും വേളൊന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇതെല്ലാം കൂടെ 1 മണിക്കൂർ ആകുമ്പോഴേക്കും ആ പ്രാർത്ഥന ഇവിടെ ഒരാള് രാത്രി ഫുൾ ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ചിലപ്പോ നമുക്ക് പ്രാണവേദന ഉണ്ടായ അനങ്ങാനും തിരിയാനും ഉറങ്ങാനും പറ്റാത്ത അവസ്ഥ ഉണ്ടായിരിക്കും. ചിലപ്പോ ദൈവമേ വിളിച്ച് ചെലവഴിക്കുമായിരിക്കും. ഇവിടുത്തെ പ്രാർത്ഥനയുടെ സാഹചര്യത്തെ കുറിച്ച് നോക്കിയാല് പ്രതിസന്ധിയിലൂടെ രാവിലെ ഒരു വലിയ വലിയ ദൗത്യത്തിന് വേണ്ടി അവരെ ശിഷ്യന്മാരെ കർത്താവിന്റെ കൂട്ടത്തിൽ അവരെ പോവാണ്. ഒരു ദൗത്യത്തിന് മുൻപെയാണ് കർത്താവ് രാത്രി മുഴുവനും സമയം ചെലവഴിക്കും. അപ്പൊ എനിക്ക് അവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം കർത്താവിന്റെ ഒരു ശൈലിയും ശീലവും കൃത്യസമയത്ത് തുടങ്ങി കൃത്യസമയത്ത് അവസാനിക്കുന്ന ഒരു ആവശ്യം പറയുക എന്നതിലും ഒരുപടി അപ്പുറത്തേക്ക് ആ പ്രാർത്ഥന അതെങ്ങനെയാണ് വരും. ചിലപ്പോ കർത്താവിന്റെ കൂടെ സമയം ദൈവസന്നിധിയിൽ ചെന്ന് ഇരുന്ന് കഴിയുമ്പോ ചിലപ്പോ നമ്മുടെ മനസ്സിലേക്ക് ഒരു പാട്ട് വരും. ചിലപ്പോ ഒരു വചനമായിരിക്കും വരുന്നത്, ചിലപ്പോ ഒരു ഭാഗമോ, ചിലപ്പോ ഒരു വചനമായിരിക്കും വരുന്നത്. ചിലപ്പോ വായിച്ചുകൊണ്ടിരിക്കുമ്പോ കണ്ണൊക്കെ അങ്ങ് നിറയും. അപ്പൊ ചിലപ്പോ വായിച്ചുകൊണ്ടിരിക്കും എല്ലാം വരും. ചിലപ്പോ അത് കഴിഞ്ഞ് എന്തെങ്കിലും വിഷയം കർത്താവിനോടൊന്ന് പറയും. അത് കഴിഞ്ഞ് എന്തെങ്കിലും വിഷയം കർത്താവിനോടൊന്ന് പറയും. കർത്താവ് തിരിച്ചെന്തെങ്കിലും പറയും. കർത്താവ് ചിലപ്പോ അപ്പൊ നമുക്ക് ചിലപ്പോഴുണ്ടാകും. സമയം ചെലവഴിക്കുക. ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതം മുഴുവനും നമ്മുടെ ജീവിതത്തിന്റെ പകരം മുഴുവനും മാറ്റാൻ നമുക്ക് സാധിക്കുമോ എന്നൊരു ചോദ്യമാണ്. അപ്പൊ ഞാൻ പറയും സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന, അങ്ങനെയുള്ള സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന അങ്ങനെയുള്ള
എനിക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് എന്ന് വെച്ചാൽ എനിക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് എന്ന് വെച്ചാൽ ഇത് നടത്തുന്നതെന്നും പ്രത്യേകിച്ച് ഒരുക്കത്തിന്റെ ഒന്നും ആവശ്യമില്ല. പ്രത്യേകിച്ച് ഒരുക്കത്തിന്റെ ഒന്നും ആവശ്യമില്ല. അത് ആർക്കും പറഞ്ഞ് പിന്നെ നമ്മുടെയൊക്കെ ഒരു കാര്യം, നമ്മുടെയൊക്കെ ഒരു പ്രത്യേകത ഏതാണ്, ഡ്രൈവിംഗ് ഏതാണ്, എപ്പോഴാണ് ബ്രേക്ക് ഏതാണ്, ബ്രേക്ക് ഏതാണ്, എപ്പോഴാണ് ബ്രേക്ക് ഔട്ടുന്നത്, എപ്പോഴാണ് ക്ലച്ച് ഔട്ടുന്നത്, ഒരാളോട് ചോദിച്ചു നോക്കിയേ. പക്ഷെ 15 വർഷം നോക്കിയിട്ടല്ല വണ്ടി എടുക്കുന്നത്. അത് ക്ലച്ച് എവിടെയാ, ബ്രേക്ക് എവിടെയാ നോക്കിയിട്ട് അതാ മനസ്സില് ഇതിങ്ങ് പാടി മനസ്സില് കൃത്യസമയം പാടി വരികയത് കൊണ്ട് നമ്മളൊരു പാട്ട് പാടുമ്പോൾ വരികയാണ്. ചിലപ്പോൾ ദൈവത്തിന് നിന്ന് നമ്മളൊരു പാട്ട് പാടുമ്പോൾ ആരാധിക്കുക, ചിലപ്പോൾ ദൈവത്തിന് നിന്ന് അതിന്റെ ഒന്നാമത്തെ സ്റ്റാൻസ് രണ്ടാമത്തെ സ്റ്റാൻസ് അങ്ങ് വരുവോ, രണ്ടാമത്തെ സ്റ്റാൻസ് അങ്ങ് വരുവോ, അത് ഇങ്ങനെ മൊത്തം പാടുകയും ചെയ്യണം. ഈ പാട്ട് ഇങ്ങനെ മൊത്തം പാടുകയും ചെയ്യണം. ഈ പാട്ട് 4 കഴിയുമ്പോൾ അതെന്താ അങ്ങനെ പാട്ട് അതെന്താ അങ്ങനെ ഇങ്ങനെ മെഷീൻ കറങ്ങുന്നത് ഇങ്ങനെ മെഷീൻ കറങ്ങുന്നതുമില്ല പോലെ കറങ്ങിക്കൊണ്ടിരിക്കുക. അതിനകത്ത് ഒരു മെഷീൻ മോട്ടർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ മെഷീൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ മോട്ടോർ പ്രവർത്തിക്കണം തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ ചില വിഷയങ്ങളുണ്ട്, അതിന്റെ കൺക്ലൂഷൻ ഉണ്ട്, അതിന്റെ ചില വിഷയങ്ങളുണ്ട്, അതിന്റെ കൺക്ലൂഷൻ ആയിരിക്കും. തുടങ്ങുന്ന സെന്റൻസ് എല്ലാം ഒരുപോലെയായിരിക്കും, അവസാനിപ്പിക്കുന്നത് ഒരുപോലെ ആയിരിക്കും. കുറെ കഴിയുമ്പോൾ അവസാനിപ്പിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന അറിയാം എത്ര സമയം എടുക്കും, ഇത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഇത് ഏതിലെ സമയം എടുക്കും, ഇത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, ഇത് ഏതിലേക്ക് പോകും. പറഞ്ഞുള്ള ഒരു പ്രാർത്ഥനയെ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് തിരസ്കരിക്കാനില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് തിരസ്കരിക്കാൻ പ്രാർത്ഥനയ്ക്ക് ഒരു വിശകലനം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയാണ് സ്വർഗം തുറക്കുന്നത്. അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയാണ് സ്വർഗം തുറക്കുന്നത്. നിങ്ങളുടെ ലൈഫില്, എന്റെ ലൈഫില്, നമ്മളൊന്ന് നിങ്ങളുടെ ലൈഫില്, എന്റെ ലൈഫില് സ്വർഗം തുറന്ന അനുഭവങ്ങൾ ഓർത്ത് നോക്കിക്കേ. സ്വർഗം തുറന്ന അനുഭവം നമ്മുടെ പ്രാർത്ഥനയുടെ മുൻപിൽ സ്വർഗം തുറന്നപ്പോൾ പ്രാർത്ഥനയുടെ മുൻപിൽ ജൽപ്പനം പോലെ പഠിച്ച പോലെ സ്ഥിരമായി സ്വർഗം പറഞ്ഞപ്പോഴായിരുന്നു സ്വർഗം തുറന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ജീവിതമായിട്ട്, ദൈവമക്കളെ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ജീവിതമായിട്ട് മാറി. നമ്മുടെ ദൈവവുമായിട്ടുള്ള നമ്മുടെ സമ്പർക്കമാണ് ദൈവവുമായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥന. ഓരോ നിമിഷങ്ങളിലും നമ്മുടെ പ്രാർത്ഥന മനസ്സും ദൈവവും തമ്മിലുള്ള ബന്ധമായി മാറിയിരുന്നെങ്കിൽ, ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, എല്ലാവരും സ്നാനപ്പെടുന്നതിന്റെ കൂട്ടത്തിൽ എല്ലാവരും സ്നാനപ്പെടും, എല്ലാവരുടെ കൂട്ടത്തിൽ ഒരുവനായ യോഹന്നാന്റെ കൈക്കീഴിലേക്ക്, എല്ലാവരുടെ കൂട്ടത്തിൽ ഒരുവനായ നിന്നാൽ സ്നാനമേൽക്കേണ്ടത് എനിക്ക് ആവശ്യം. യോഹന്നാൻ പറഞ്ഞു, നിന്നാൽ സ്നാനമേൽക്കേണ്ടത് എനിക്ക് ആവശ്യം, നീ എന്റെ അടുത്ത്. കർത്താവ് പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കാം, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെയെല്ലാം നീതിയുടെ സ്നാനപ്പെട്ട ഉചിതമാകുന്നു. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ലോകത്തിന്റെ പാപത്തെ വിളിച്ചു പറഞ്ഞു, ദൈവത്തിന്റെ കുഞ്ഞാട് പാപത്തെ ചുമക്കുന്ന അവന്റെ ചെരുപ്പിന്റെ വാരാണ് വാങ്ങുന്നു യോഗ്യതയില്ല, അവന്റെ ചെരുപ്പിന്റെ വാരാണ് പറഞ്ഞപ്പോഴും ആൾക്കാരെ നോക്കുന്നുണ്ടെങ്കിലും, ഇതെല്ലാം പറഞ്ഞപ്പോഴും ആൾക്കാരെ നോക്കുന്നുണ്ടെങ്കിലും യോഹന്നാന്റെ ശ്രദ്ധ അങ്ങോട്ടൊന്നും അല്ല. യോഹന്നാന്റെ സ്നാനമേൽക്കാൻ ഇവര് വന്നിരിക്കുന്നത്, യോഹന്നാന്റെ കൈകളിൽ സ്നാനമേൽക്കാൻ ഇവര് വന്നിരിക്കുന്നു. പോകുന്ന ആളെല്ലാം നോക്കി കാര്യമൊന്നുമില്ല. ആ സ്നാനം കൊണ്ടുവന്ന ജലാശയം കരയിൽ തന്നെ, ആ സ്നാനം ജലാശയം ഡ്രസ് ഒന്നുമില്ല, അവിടെ ഡ്രസ് അങ്ങനെ തന്നെ ജീവിതത്തിന്റെ ഒരു ഒരു സ്റ്റെപ്പും കൂടെ ഞാൻ നിവർത്തീകരിച്ചിരിക്കുന്നു. പെട്ടെന്ന് സ്വർഗം തുറന്നു, പെട്ടെന്ന് സ്വർഗം തുറന്നു. ഞാൻ ഇങ്ങനെ പറയട്ടെ, സ്വർഗത്തിലെ ദൈവം, ഞാൻ ഇങ്ങനെ പറയട്ടെ, എന്റെ എന്തെങ്കിലും സ്വർഗത്തിലെ ദൈവം ഇത് എന്റെ കാണുന്നതെന്നോ അന്ന് ഇത് കാണുന്നതെന്നോ അന്ന് സ്വർഗത്തിലൊക്കെ നമ്മൾ സാരപ്പെട്ടവരായിരിക്കാം,
പക്ഷേ സ്വർഗ്ഗത്തിലേക്ക് നോക്കിയിട്ട്, പക്ഷേ സ്വർഗ്ഗത്തിലേക്ക് നോക്കിയിട്ട് അങ്ങയുടെ ആഗ്രഹത്തിന്റെ അങ്ങയുടെ ആഗ്രഹത്തിന്റെ ഒരു പടി കൂടെ എന്റെ ജീവിതം കൊണ്ട് ഞാൻ നിറവേറ്റി. ഹല്ലേലൂയ. ചാരിതാർത്ഥ്യത്തോടെ, സംതൃപ്തിയോടെ, ദിവസം സംതൃപ്തിയോടെ അങ്ങ് ആഗ്രഹിച്ച ദിവസം ജീവിതത്തിൽ നിന്ന് അങ്ങ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടല്ലോ, അതിന്റെ മുൻപിൽ ആ സ്വർഗ്ഗം തുറക്കുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും പ്രാർത്ഥനയെ കാണുന്നതിനുമല്ലോ പ്രാർത്ഥനയെ കാണുന്നതിനല്ലോ മുട്ടിപ്പായി ചോദിച്ചെനിക്ക് തന്നേ പറ്റും, സമരമായി ചോദിച്ചെനിക്കത് തന്നേ പറ്റും, സമരം ചെയ്യുന്നതുപോലെ. പക്ഷെ എനിക്കറിഞ്ഞുകൂടാ അതിലൊക്കെ കർത്താവിന് എത്രത്തോളം സന്തോഷം ഉണ്ടാവും. പക്ഷെ എനിക്കറിഞ്ഞുകൂടാ അതിലൊക്കെ കർത്താവിന് നമ്മുടെ മക്കള് നമ്മളോടൊരു കാര്യം വന്ന് ചോദിച്ചു, നമ്മുടെ മക്കള് നമ്മൾ അതിന്റെ യുക്തിസഹമായി പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു, നമ്മൾ അതിന്റെ യുക്തിസഹമായി പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു. ഇപ്പൊ നോയാണ് ഉത്തരം, ഈ കൊച്ചു വിടത്തിൽ ഇപ്പൊ നോയാണ് ഉത്തരം, പിന്നെയും ഈ കൊച്ചു വിടത്തിൽ പറഞ്ഞു, പിന്നെയും പറഞ്ഞു, അസഹനീയമാക്കി അവസാനം അസഹനീയമാക്കി അവസാനം നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോഴും 2 ദിവസം കഴിയുമ്പോൾ ആ കോഷനെ കാണുമ്പോൾ നമുക്ക് തോന്നത്തില്ലേ, 2 ദിവസം കഴിയുമ്പോൾ തോന്നത്തില്ലേ എന്റെ ഹിതത്തെ ഒട്ടിച്ചു കളഞ്ഞ് എന്റെ ഹിതകാര്യം നേടി ഒട്ടിച്ച് സ്വാർത്ഥത എന്നൊരു കാര്യം നമ്മുടെ മനസ്സിലാക്കുന്ന സ്വാർത്ഥത എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലാക്കുന്നതിനെ കുറിച്ച് ഇപ്പൊ ഞാൻ ചിന്തിക്കും പലപ്പോഴും, കർത്താവിന് എന്നെ അറിയാം, എന്റെ ജീവിതത്തിന് എന്നെ അറിയാം, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതറിയാം, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം കർത്താവ് അറിയാതെ. കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ പറഞ്ഞൊരു കാര്യം ഒന്നും കൂടെ ഇല്ലാത്തവർക്ക് വേണ്ടി, കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ പറഞ്ഞൊരു കാര്യം കർത്താവ് എന്നെ ഈ ദിവസങ്ങളിൽ പഠിപ്പിച്ചൊരു വലിയ സത്യമായിരുന്നു, കർത്താവിന്റെ ഈ ദിവസങ്ങളിൽ പഠിപ്പിച്ചൊരു വലിയ സത്യമായിരുന്നു കർത്താവിന്റെ അധീനത എന്നൊരു സത്യം. കൽക്കട്ടയ്ക്ക് അടുത്തുള്ള ആ സ്ഥലത്ത് മീറ്റിംഗ് എല്ലാം ക്രമീകരിച്ച്, കൽക്കട്ടയ്ക്ക് അടുത്തുള്ള മീറ്റിംഗ് എല്ലാം ക്രമീകരിച്ച് അവരെ വെള്ളിയാഴ്ച ചെല്ലും, 3-4 മണിക്ക് ചെല്ലും, രാത്രി 8:30-4 മണിയാകുമ്പോഴേക്കും മീറ്റിംഗ്. ആളുകളെ വിളിച്ച് നോട്ടീസ് അടിച്ചു, ഭക്ഷണം വരെ ക്രമീകരിച്ചു, ആളുകളെ വിളിച്ച് നോട്ടീസ് അടിച്ചു, ഭക്ഷണം വരെ ക്രമീകരിച്ചു. ഞാൻ രാവിലെ 7 ഫ്ലൈറ്റ്, ഞാൻ രാവിലെ 7 ഹൈദരാബാദിൽ ലാൻഡ് ചെയ്യേണ്ട ഫ്ലൈറ്റ് 9 മണിക്ക് ഹൈദരാബാദിൽ ലാൻഡ് ചെയ്യേണ്ട ഫ്ലൈറ്റ് അവിടെ വട്ടമിട്ടുകൊണ്ടിരിക്കുക, മൂടൽ മഞ്ഞ, റൺവേ കാണുന്നില്ല. അവസാനം അത് നേരെ മൂടൽ മഞ്ഞാണ്, അവസാനം അത് നേരെ. അപ്പൊ അങ്ങനെ ഞാൻ എന്താ സംഭവിക്കാൻ പോകുന്നത്, മിസ്സാകുമോ, എന്താ സംഭവിക്കാൻ പോകുന്നത്, മിസ്സാകുമോ, ഫ്ലൈറ്റ് മിസ്സാകുമോ. എങ്കിലും എന്റെ മനസ്സ് തിരിച്ച് റീഫ്യൂലിംഗ് എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത് എന്റെ അപ്പോഴേക്ക് ഫ്ലൈറ്റ് പോയി. എന്റെ ഒരു രക്ഷയില്ല. പിന്നെ അങ്ങോട്ട് ചെന്നപ്പം ആ ദിവസം ഒരു രക്ഷയില്ല. പിന്നെ അങ്ങോട്ട് ചെന്നപ്പം ആ ദിവസം പിന്നെ ദുർഗാപൂർ വേറെ ഏതെങ്കിലും എയർപോർട്ടിൽ ചെന്നാൽ പോലും കണക്ഷൻ ഫ്ലൈറ്റ്, വേറെ ഏതെങ്കിലും എയർപോർട്ടിൽ ചെന്നാൽ പോലും കണക്ഷൻ ഫ്ലൈറ്റ്. അങ്ങനെ ഞാനിങ്ങനെ അവിടെ നിൽക്കുകയാണ്. അടുത്തത് എന്ത് പിന്നെ ചെല്ലുമ്പോൾ കാണുന്നത് അടുത്ത ഒരു 4 കൗണ്ടറുകൾ, പിന്നെ ചെല്ലുമ്പോൾ കാണുന്നത് എന്നെ പോലെ 4 കൗണ്ടറുകൾ മിസ്സായവര്, എന്നെ പോലെ മനസ്സിലായി പോയവര്, മിസ്സായവര് അവരെല്ലാം ദേഷ്യത്തിലാണ് നിൽക്കുന്നത്, ക്യൂ നിൽക്കത്തില്ല. ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. അവരാരും ക്യൂ നിൽക്കുന്നില്ല, അവരെല്ലാം ബഹളം വെച്ചോണ്ടിരിക്കുകയാണ്. അവരെല്ലാം ബഹളം വെച്ചോണ്ടിരിക്കുക. ബോർഡിംഗ് പാസ് എല്ലാവരും മൊബൈൽ നീട്ടിക്കൊണ്ട് ആക്രോശിച്ചോണ്ട്, ബോർഡിംഗ് പാസ് നീട്ടി മൊബൈൽ നീട്ടിക്കൊണ്ട് ആക്രോശിച്ചോണ്ട് നിൽക്കുക. അപ്പം ഞാൻ അതിന്റെ ഇടയ്ക്ക് നിൽക്കുമ്പോഴും എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റും, എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഒരു കൗണ്ടറിൽ ചെല്ലുന്നു, എന്റെ മൊബൈൽ നീട്ടിക്കൊണ്ട് ഞാൻ ഒരു കൗണ്ടറിൽ ചെല്ലും. കോൺഫറൻസ് ഉണ്ടായിരുന്നു, മൊബൈൽ നീട്ടിക്കൊണ്ട് ഞാൻ എന്തെങ്കിലും എനിക്ക് കോൺഫറൻസ് ഉണ്ടായിരുന്നു വൈകിട്ട്. അപ്പൊ ആ മനുഷ്യർ നോക്കത്തില്ല ചെല്ലാൻ പറ്റുമോ, പുള്ളി ഇങ്ങനെ കണ്ണു നോക്കിയാൽ നോക്കിങ്ങനെ ഡസൻ കണക്കിന് ആളുകൾ കണ്ണു നോക്കിയാൽ പുള്ളി ഇങ്ങനെ ഡസൻ കണക്കിന് ആളുകൾ പുള്ളി പുള്ളി തല നോക്കത്തില്ല. പുള്ളി തല അവസാനം മനുഷ്യൻ ചെയ്തത് തല ഉയർത്താതെ, അവസാനം തല ഉയർത്താതെ പുള്ളി കൈവക്കി ഒരു മൊബൈൽ. അതിന്റെ അർത്ഥം എന്റെ കേസ് പുള്ളി എടുത്തു, അതിന്റെ അർത്ഥം കൽക്കട്ട കേസ് പുള്ളി എടുത്തു തരാം.
പക്ഷെ 5 കൽക്കട്ടയ്ക്ക് ഞാൻ എടുത്തോളാം. പക്ഷെ 5 ടിക്കറ്റ് റോഡ് മാർഗം പോകണം എടുത്തോളാം. രാത്രിയെങ്കിലും അവർക്ക് റോഡ് മാർഗം പോകണം. പക്ഷെ അദ്ദേഹം രാത്രിയെങ്കിലും അത് ചെയ്തു. പക്ഷെ അദ്ദേഹം ടൈപ്പ് ചെയ്യുന്നതടിച്ച് അത് ചെയ്ത് വന്നു. ഞാൻ പറയുന്ന വേറെ എങ്ങോട്ടെങ്കിലും എടുക്കുക, ഏതെങ്കിലും വഴിക്ക് വേറെ എങ്ങോട്ടെങ്കിലും എടുക്കുക, ഏതെങ്കിലും വഴിക്ക് സമയത്ത് ഒന്നും ചെയ്യാൻ സമയത്ത് ഇദ്ദേഹത്തിന്റെ മേലധികാരി ചോദിക്കേണ്ട കാര്യമില്ല. പുള്ളി അത് മാറ്റി വെച്ച് അടുത്ത മൊബൈൽ മേടിക്കേണ്ട കാര്യം ചോദിക്കേണ്ട കാര്യമില്ല. പുള്ളി അത് മാറ്റി മൊബൈൽ മേടിക്കേണ്ട കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആളെന്നതുപോലെ അദ്ദേഹത്തിന്റെ ആളെന്നതുപോലെ അങ്ങനെയൊന്നും നടക്കണം. എനിക്ക് അവിടെ നിന്ന് തുറക്കാൻ ടിക്കറ്റ് കിട്ടിയത് എനിക്ക് അവിടെ തുറക്കാൻ ടിക്കറ്റ് കിട്ടിയത് കൽക്കട്ട പക്ഷെ എങ്കിലും ആ കാര്യം വിളിച്ച് അവരെ ആശങ്കരിക്കും. എന്നെ വിളിച്ച് ആശങ്ക എന്ത് ചെയ്യുമെന്നും അവര് ഭക്ഷണം ഓർഡർ ചെയ്യുന്നതാണെന്നും അവരെന്ത് ചെയ്യുമെന്നും ഭക്ഷണം ഓർഡർ ചെയ്യുന്നതെല്ലാം പറയുന്നത് എല്ലാം അറിയത്തില്ല പറയും. പക്ഷെ ഇവരോട് നല്ല മറുപടി പറയാം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നടക്കും. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് അവരുടെ ഭക്ഷണക്കാരൻ അവരോട് പറഞ്ഞത് അവരുടെ ഭക്ഷണക്കാരൻ അവരോട് പറഞ്ഞത് ചോറ് വെന്തു അവിടെ ചെല്ലാന്ന് പറഞ്ഞു. ചെന്നപ്പോ ചോറ് അവിടെ ചെല്ലാന്ന് പറഞ്ഞു. വെള്ളം ചെന്നപ്പോ ചോറ് പോയിട്ട് അവര് പറഞ്ഞു ഈ ഭക്ഷണം വെള്ളം പോയി അവര് പറഞ്ഞു ഈ ഭക്ഷണം പറഞ്ഞു ഓരോ കാര്യം നഷ്ടം. ഓരോരുത്തരെ വിളിച്ചു പറഞ്ഞു ഓരോ വിളിച്ചു പറഞ്ഞു ശരി ക്രമീകരിച്ചു. പിന്നീട് അവർ പറഞ്ഞു ശരിക്കും ശരി. പിന്നീട് അവർ പറഞ്ഞു ശരിക്കും പറഞ്ഞു വെള്ളിയിൽ എന്നോട് ചോദ്യമെങ്കിൽ ഞങ്ങൾ ഉൾപ്പെടെ പറഞ്ഞു. എന്നോട് സാറിന് വിളിക്കുന്ന സമയത്ത് സാറിന്റെ ഉത്തരങ്ങളൊക്കെ സാറിന് വിളിക്കുന്ന സമയത്ത് സാറിന്റെ ഉത്തരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ആ എയർപോർട്ടിൽ നിന്നപ്പോൾ എനിക്ക് വലിയൊരു ആത്മീയ ഞാൻ പറഞ്ഞു ആ എയർപോർട്ടിൽ നിന്നപ്പോൾ എനിക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒന്ന് അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പ്രതിസന്ധി നെഗറ്റീവ് അതെല്ലാം നിയന്ത്രിക്കുന്നത് പ്രയാസമാണെങ്കിലും അങ്ങനെയാണെങ്കിലും നിയന്ത്രിക്കുന്നത് പേടിയെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അതുകൊണ്ട് കർത്താവിന്റെ അധീനത എന്റെ വിഷയത്തിൽ ഞാൻ ക്ലെയിം ചെയ്യുന്ന അധീനത എന്റെ വിഷയത്തിൽ ഞാൻ ക്ലെയിം ചെയ്യും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം നിങ്ങളുടെ വിഷയത്തിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം നിങ്ങളുടെ വിഷയത്തിൽ കർത്താവിന്റെ നിങ്ങൾക്ക് അസാധ്യമെന്ന് വെല്ലുവിളിച്ചോണ്ട് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് അസാധ്യമെന്ന് വെല്ലുവിളിച്ചോണ്ട് ശക്തി നിൽക്കുന്ന വിഷയത്തിൽ അഭിഷേകത്തിന്റെ ശക്തിയുടെ സ്വാധീനതയും അധികാരവും നിങ്ങളുടെ സ്വാധീനതയും അധികാരവും ഇതാണ് യഥാർത്ഥ ദൈവത്തിന്റെ നിയന്ത്രണത്തെ 100% ഉൾക്കൊള്ളുന്ന 100% ഉൾക്കൊള്ളുന്ന അനുഭവത്തിലാണ് സ്വർഗം തുറക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ വിഷയത്തെ ഏറ്റെടുത്തിട്ട് നമ്മുടെ മനസ്സ് നമ്മൾ ആ വിഷയത്തെ ഏറ്റെടുത്തിട്ട് നമ്മുടെ മനസ്സ് മുഴുവൻ ചോദ്യം കൊണ്ട് നിറയ്ക്കും. ചോദ്യവാദന പുകപടലം ദൈവത്തെ ചോദ്യവാദന പുകപടലം അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോടും പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും. ഓരോ കൗണ്ടർ അവിടെ നിൽക്കുന്ന നല്ല വാക്കുകളല്ല ബഹളം വെക്കുന്ന എല്ലാവരും ദേഷ്യപ്പെടല്ല. ഞാനും അങ്ങനെ എല്ലാവരും ദേഷ്യപ്പെട്ടോട് ഞാനും അങ്ങനെ എനിക്ക് ദൈവത്തെ കാണാൻ പറ്റില്ല. എനിക്ക് ദൈവത്തെ കാണാൻ താല്പര്യമില്ല. എനിക്ക് ദൈവത്തോട് ബന്ധം പറ്റില്ല. എന്റെ വിഷയത്തിൽ എനിക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്റെ വിഷയത്തിൽ സാധ്യമായ വിഷയത്തിൽ എനിക്ക് അസാധ്യമായ വിഷയത്തിൽ ദൈവത്തിന്റെ അധികാരത്തില്ലാത്ത വിഷയം പറയണോ? ദൈവത്തിന്റെ അധികാരത്തെ ഞാൻ ഏറ്റുപറയണോ? ഹല്ലേലൂയ. കർത്താവിന്റെ അധികാരം ഒരു വിഷയത്തിന്റെ നടുവിലുണ്ടെങ്കിൽ കർത്താവിന്റെ അധികാരം ഒരു വിഷയത്തിൽ നിന്നാൽ മതി. ദൈവം പ്രവർത്തിക്കും. നമ്മൾ നോക്കി നിന്നാൽ മതി. ദൈവം പ്രവർത്തിക്കും. നമ്മുടെ പ്രതിസന്ധികളുടെ നടുവില് മാനുഷികമായ പ്രതിസന്ധികളുടെ നടുവില് മാനുഷികമായ പ്രയത്നങ്ങളൊക്കെ ദൈവത്തിന്റെ അധികാരത്തിന്റെ നടുവില് ദൈവത്തിന്റെ അധികാരത്തിന്റെ ആശയമെന്ന് വിളിച്ചു പറ. നീ മാറി നോക്ക്. വിളിച്ചു പറയാൻ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യും നോക്ക്. മനുഷ്യരാൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ ബുദ്ധിക്ക് തോന്നിയിട്ടില്ലാത്ത വിധത്തിൽ നമ്മുടെ ബുദ്ധിക്ക് തോന്നിയിട്ടില്ലാത്ത വിധത്തിൽ സ്വർഗ്ഗം തുറക്കുന്നത് നീ കാണോ?
അത് തരണേ ഇത് തരണേ എന്ന പ്രാർത്ഥനയിൽ നിന്ന് അത് തരണേ ഇത് തരണേ എന്ന പ്രാർത്ഥനയിൽ നിന്ന് ചില പടികൾ കൈവിളക്കി പോയിട്ട് ഒരു പടികൂടെ ഒരു പടികൂടെ ഞാൻ അനന്യ വസ്ത്രമായിട്ട് ആ സൈഡിൽ വസ്ത്രമായിട്ട് ആളുകളെല്ലാം സൈഡിലോട്ട് സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ അവിടെ സ്വർഗം തുറന്നു എന്ന് നമ്മൾ വായിക്കുക. സ്തോത്രം. വിരോധമായി രേഖ എഴുതിയിരിക്കുന്നു എന്ന വിരോധമായി രേഖ എഴുതിയിരിക്കുന്നു. ഓർത്തേക്കായി രട്ടുടുത്ത ദൈവസന്നിധിയിൽ ഓർത്തേക്കായി രട്ടുടുത്ത ദൈവസന്നിധിയിൽ ജൽപ്പനം ചെയ്യുകയല്ലായിരുന്നു. മോർദെഖായി ജൽപ്പനം ചെയ്യുകയല്ലായിരുന്നു. മോർദെഖായി അവിടെ തന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയായി അവിടെ തന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയായിരുന്നു. ആവർത്തന പ്രാർത്ഥനയുണ്ട്. ആവർത്തന പുസ്തകത്തിലെ ദൈവമായ യഹോവയെ എന്നൊക്കെ പറയുന്ന ആ വാക്കുകളിലുള്ള ഈണത്തിൽ ഉരുവിടുക എന്നുള്ളതാണ്. അങ്ങനെയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ഇന്നും നമുക്ക് കാണാൻ പറ്റും ദൂതന്മാരുടെ പ്രാർത്ഥനയെ. ഇടയ്ക്ക് അവരുടെ പ്രാർത്ഥനകളൊക്കെ വരാറുണ്ട്. അവര് പറയുന്നത് അവരുടെ ഭാഷയില് അവരുടെ ഭാഷയില് ദൈവം അവരോട് പറഞ്ഞിരിക്കുന്ന വാചകങ്ങളെ ടൂരിൽ കാണാതെയാണ് ടൂണിൽ ചൊല്ലുന്ന ഭൂതന്മാരെ മുഴുവനും മുഴുവനും അവരുടെ അവരുടെ വീടുകളെ അവരുടെ ആളുകളെ മുഴുവനും രാജാവിന്റെ രാജ്യത്തിന്റെ അടുത്ത ദിവസം ഉണ്ടെങ്കിൽ ലോകത്തിൽ ജനം ഉടച്ചു മാറ്റപ്പെടുകയാണ്. ലോകത്താണ് രാജാവ് രാജാവ് കേട്ട മോർദെഖായി എഴുതിയിരിക്കുന്നത്. ചില കേട്ട മോർദെഖായി ചെയ്തത് കൃത്യമായി സ്വർഗം തുറന്നു. മോർദെഖായിയുടെ അകത്ത് കർത്താവ് കൃത്യമായി എസ്തേറിനോട് ഇങ്ങനെ പറഞ്ഞു. ദൈവം മനസ്സിൽ പറഞ്ഞു. എസ്തേറിന്റെ മറുപടി പറഞ്ഞു കൊടുക്കും. അപ്പൊ ദൈവം മനസ്സിൽ പറഞ്ഞു കൊടുക്കും. മറുപടി ഒരു കാര്യം അത് പറഞ്ഞു കൊടുക്കാം അല്ലേ. പക്ഷെ മറുപടി ഒരു കാര്യം എഴുതിച്ചു നിൽക്കുന്നത് നമുക്കറിയാം അല്ലേ. രാജധാനിക്കകത്തിരിക്കുന്നത് കൊണ്ട് വിചാരിക്കുന്നുണ്ടെങ്കിൽ വേണ്ട. വിചാരിക്കുന്നുണ്ടെങ്കിൽ വേണ്ട. നിന്റെ കയ്യിലൊന്നും അല്ല. നിന്റെ സുരക്ഷിതത്വം നീ രണ്ടാമത് പറഞ്ഞു. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാലും ഞങ്ങൾക്ക് ദൈവം ഏതെങ്കിലും വിധത്തിൽ രക്ഷ. അതെവിടുന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയിൽ സംഭവിക്കും. അതെവിടുന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയിൽ സംഭവിക്കും. നമ്മുടെ കണ്ണുനീരും നമ്മുടെ വേദനയും ഹൃദയ നുറുക്കും പറഞ്ഞ് കരഞ്ഞ് അവസാനിപ്പിക്കുന്നതല്ല പ്രാർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ അടഞ്ഞു കിടക്കുന്ന ഇങ്ങനെ ആയല്ലോ എന്ന് നമ്മൾ അങ്ങോട്ട് സംസാരിക്കുകയും ചെയ്യുന്നതിന്റെ പേരാണ് സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന. പരിശുദ്ധാത്മാവ് പ്രാവരൂപത്തിൽ അവന്റെ മേലിറങ്ങി വന്നു. അതാണ് സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന. ഇതുവരെ കാണാത്ത ചിലതൊക്കെ കാണുന്നു. പ്രാർത്ഥന. അത് ആർക്കൊക്കെ അത് കാണാൻ പറ്റിയെന്ന് നമുക്കറിയത്തില്ല. അത് ആർക്കൊക്കെ അത് കാണാൻ പറ്റിയെന്ന് നമുക്ക് ദേഹരൂപത്തിൽ സ്വർഗത്തിൽ ദേഹരൂപത്തിലോട്ട് വന്നിട്ട് ഒരു പ്രാവിൻ കർത്താവിന്റെ മേലോട്ട് വന്നിട്ട് പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ പരിശുദ്ധാത്മാവ് ചിറകടിച്ച് നിറന്നാകാം വന്ന് തന്റെ മേൽ ചിറകടിച്ച് നിന്നതെന്നാകാം തന്റെ മേൽ ഇരുന്നുവെന്നാകാം. അത് ഫിസിക്കൽ അപ്പിയറൻസ്.
കണ്ണുകൊണ്ട് നോക്കുമ്പോൾ കാണുന്ന വിധത്തിലുള്ള സ്വർഗം സാന്നിധ്യം ആണ് സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൃത്യസമയത്ത് കേട്ടിട്ടുണ്ട്. ദൈവം ഒരാളെ കൃത്യസമയത്ത് ഒരു ഫോൺ കോള്, കൃത്യസമയത്ത് ഒരു ഫോൺ കോള്, അതെങ്ങനെ സംഭവിച്ചു? ആ സമയത്ത് എങ്ങനെയാണ് ആ വ്യക്തി കൊണ്ട് കാണുന്ന വിധത്തിൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആ കൗണ്ടറിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ വിഷയം ആ നിമിഷത്തിൽ എങ്ങനെ ചെറിയൊരു കാര്യമായിരിക്കാം, വലിയൊരു സംഭവം അല്ലായിരിക്കാം, ചെറിയൊരു കാര്യമായിരിക്കാം, നമ്മുടെ സംഭവം അല്ലായിരിക്കാം, ചെറിയ കാര്യങ്ങൾ നമ്മുടെയൊക്കെ ചെറിയ കാര്യങ്ങളിൽ പോലും അറിയാമോ നമ്മള് ചിലപ്പോ വിസ്മരിച്ചു പോകുന്ന ഒരു കാര്യം, നമ്മള് ചിലപ്പോ വിസ്മരിച്ചു തരാൻ സ്വർഗം ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് സ്വർഗം തുറക്കുന്ന കാഴ്ച. ഹല്ലേലൂയ. നമ്മള് പാടുന്ന പാട്ട് പോലെ, ഹല്ലേലൂയ, എല്ലാ വഴി പാടുന്ന പാട്ട് പോലെ, എല്ലാ വഴി ശത്രുബം എന്റെ മുൻപിൽ മുദ്ര സൈന്യം വരും സ്വർഗകവാടം സൈന്യം വരും. അതുപോലെ അനുഭവിച്ചിട്ടുള്ളവരുടെ, അതുപോലെ ഞാൻ ഈ പറയുന്നവരുണ്ടെങ്കിൽ കൃത്യസമയത്ത് പറഞ്ഞു വിട്ടത്, കൃത്യസമയത്ത് പറഞ്ഞു വിട്ടത് കണ്ടുകൊണ്ട് കൃത്യസമയത്ത് നീക്കുമോ, കൃത്യസമയം നീക്കുമോ സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന എങ്ങനെയാണ്? സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന എങ്ങനെയാണ്? ഹല്ലേലൂയ. നേരത്തെ ഹല്ലേലൂയ ഒരു അനുഭവം ഒന്നും കൂടെ പറഞ്ഞിട്ടുള്ള ഓർക്കുന്നുണ്ടോ? അനുഭവം ഒന്നും കൂടെ ആവർത്തിക്കാം. ഞാനായിരിക്കുന്ന സെമിനാരിയുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ആ സായിപ്പിന്റെ നിയമ നടപടികൾ ചെയ്യേണ്ടി ആ സായിപ്പിന്റെ നിയമ നടപടികൾ ചെയ്യേണ്ടി ഒരു ഫോം ഫില്ല് ചെയ്ത് ഇടണമായിരുന്നു. അത് മേലധികാരി എന്നുള്ള വിധത്തിൽ എനിക്ക് മേലധികാരി എനിക്ക് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ സായിപ്പ് തിരിച്ചു പോയി. വിസാ ലംഘനം, ആ സായിപ്പ് തിരിച്ചു പോയി. അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് വിസാ ലംഘനം അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് 7 വർഷം വരെ വിസാ ലംഘനം കിട്ടാവുന്ന കുറ്റം, 7 വർഷം വരെ കഠിന തടവ് കിട്ടാവുന്ന കുറ്റം. സമയത്ത് കൊച്ചിയിലുള്ള കൊച്ചിയിലുള്ള FRR ഓഫീസിൽ അതിന്റെ അടുത്തത് അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകാം. നടപടിയിലേക്ക് പോകാം. ഈ കുറ്റം നിയമ നടപടിയിലേക്ക് പോകാം. ഈ കുറ്റം സമർപ്പിച്ചിരിക്കുന്ന രേഖയ്ക്കനുസരിച്ച് അടുത്തത് എനിക്കറിയാവുന്ന പല പ്രമുഖരെയും വിളിച്ചു. അവരെല്ലാം ഏറ്റവും ടോപ്പ് ലെവലിൽ അറിയാവുന്ന ഒരാള്, ഏറ്റവും ടോപ്പ് ലെവലിൽ അറിയാവുന്ന ഒരാള് സിറ്റി പോലീസ് സമയത്ത് കൊച്ചിയില് അസിസ്റ്റന്റ് സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന അദ്ദേഹം അവിടെ തന്റെ മകനെയും കൊണ്ട് കൗൺസിലിംഗ് വന്നപ്പോൾ കൊച്ചിയിലെ സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അദ്ദേഹം പറഞ്ഞു ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉപരകത്ത് ഇതുപോലത്തെ കേസ് ആയിരുന്നപ്പോൾ ഇതുപോലത്തെ കേസ് ഒരാളെ അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആർക്ക് റെക്കമെൻഡ് ചെയ്യാൻ, രാഷ്ട്രീയക്കാരെ വിളിച്ചിട്ട് ഒരു കാര്യം, ആർക്ക് റെക്കമെൻഡ് ചെയ്യാൻ, രാഷ്ട്രീയക്കാരെ വിളിച്ചിട്ട് ഒരു കാര്യം. എനിക്കറിയാവുന്ന ഒരാള് റോയിൽ നിന്ന് റിട്ടയർ ആയിട്ട് പറഞ്ഞു അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 2-3 പേരെ അറിയാം, ആ വ്യക്തിയെ വിളിക്കും. എന്തെങ്കിലും വിധത്തിൽ അവിടെ 2-3 പേരെ അറിയാം. അറ്റ്ലീസ്റ്റ് ജാമ്യത്തിന് എന്തെങ്കിലും വിധത്തിൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. അറ്റ്ലീസ്റ്റ് ജാമ്യത്തിനുള്ള ആദ്യമായിട്ട് റോ എന്നെ അറസ്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ഞാൻ
അകത്ത് എന്റെ ഭാര്യ തീർച്ചയായിട്ടും ഞാൻ കൊച്ചിയിൽ ചെല്ലുന്നു. ഈ ഓഫീസർ വരാൻ ഞാൻ ഈ ഓഫീസർ വരാൻ സാറിനെ കാണാമെന്ന് അവിടെ വരെ ഇരിക്കുക. നമ്മൾ ഈ നോട്ടീസ് സാറിനെ കാണാമെന്ന് അവിടെ വരെ ഭയങ്കര മോശം പുള്ളിയുടെ മേശപ്പുറത്ത് കാണേണ്ടതാണ് ആ ബേസ് ഫയൽ. അത് പുള്ളിയുടെ മേശപ്പുറത്ത് കാണേണ്ടതാണ് ആ ബേസ് ഫയൽ. അന്വേഷണ ഉദ്യോഗസ്ഥൻ സമർപ്പിച്ചിരിക്കുന്നത് അവിടെ തപ്പി ഇവിടെ ഇങ്ങോട്ട് തപ്പിയാലോ അവിടെ തപ്പി ഇവിടെ തപ്പി പുള്ളിയുടെ സബോർഡിനേറ്റിനെ വിളിച്ചു ഈ ബേസ് ഫയൽ എന്ത് പുള്ളിയുടെ സബോർഡിനേറ്റിനെ വിളിച്ചു ഈ ബേസ് ഫയൽ എന്ത് 4 പേരെ വിളിച്ച് ആരും തപ്പിയിട്ട് ഫയൽ കിട്ടും. 4 പേരെ വിളിച്ച് ആരും തപ്പിയിട്ട് ഫയൽ കിട്ടി. ഞാൻ അവിടെ നിന്നോട് പറഞ്ഞു സാറേ തപ്പണ്ട. ഒരു 7-8 മിനിറ്റ് അവർ ഫയൽ തപ്പി. ഒരു 7-8 മിനിറ്റ് ഫയൽ തപ്പി. ഇങ്ങനെ നിന്നയാള് ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ നിന്നയാള് പതുക്കെ അപ്പൊ ഞാനും പതുക്കെ പുള്ളിയോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് അപ്പൊ ഞാനും പതുക്കെ പുള്ളിയോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് എനിക്ക് ഒടുവിൽ പുള്ളി ചിരിച്ച് സംസാരിച്ച് ഞാനും ഒരു കാത്തലിക് സ്കൂളിലാണ് സംസാരിച്ച് ഞാനും ഫ്രണ്ട്ലി ആയിട്ട് പഠിച്ചെന്ന് പറഞ്ഞ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ആ ടോക്ക് ആ കേസ് അവിടെ ഞാൻ ഓർത്തു ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു ഞാൻ ഓർത്തു ഇതൊക്കെ എങ്ങനെ സംഭവിച്ചത് സ്വർഗം തുറക്കുന്നത് നമ്മൾ അനുഭവിക്കുകയാണ്. സ്തോത്രം. ജീവിതത്തിൽ ചിലപ്പോൾ മുന്നോട്ട് വഴികളൊന്നും കാണാനില്ല. ആശങ്കകൾ നമ്മെ വിളിച്ചു പറയാം. സ്വർഗം തുറന്ന് ഞാൻ ഒരിക്കൽ വിളിച്ചു പറയാം. പ്രാർത്ഥനയോട് അറിയാമോ അങ്ങയോട് അങ്ങറിയാതെ ജീവനോടൊന്നുമില്ല അങ്ങറിയാതെ ജീവിതത്തിലൊന്നുമില്ല. ഒരു കാര്യത്തിലും ഞാനല്ലോ വറി ചെയ്യുന്നത് ഒരു കാര്യത്തിലും ഞാനല്ലോ വറി ചെയ്യുന്നത് വിഷയങ്ങൾ അവൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ തീരുമാനിക്കും. അവൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ തീരുമാനിക്കും. 100% സ്വർഗം തുറക്കുന്നത്. അതിൽ നിന്നാണ് സ്വർഗം തുറക്കുന്നത്. ജീവിതത്തിൽ പലപ്പോഴും ഈ ഒരു ആശയം നമ്മള് ഈ ഒരു ലെവലിലേക്ക് ഈ ഒരു ലെവലിലേക്ക് പറഞ്ഞല്ലോ മനസ്സിലാക്കാൻ രേഖ വിരോധമായി പറഞ്ഞല്ലോ. രേഖ ഒരു ജനം മുഴുവനും കൊല്ലപ്പെടാൻ പോകുന്നു. ഒരു ജനം മുഴുവനും കൊല്ലപ്പെടാൻ അന്തരീക്ഷം കാണുമ്പോൾ ഒരു വല്ലാത്ത അന്തരീക്ഷം കാണുമ്പോൾ അതിന്റെ നടുവിൽ സ്വർഗം തുറന്നതുകൊണ്ട് മാത്രമാണ് ബദലായി അതേ രാജാവിനെ കൊണ്ട് ദൈവം രേഖ എഴുതി. ഹിസ്കിയ രാജാവ് അശ്ശൂരിന്റെ രാജാവ് ദൈവാലയത്തിന്റെ ഭീഷണി കേട്ടപ്പോൾ കരഞ്ഞപ്പോൾ ദൈവാലയത്തിലെ പ്രവാചകനെ വിട്ട് ദൈവം അരുളി ചെയ്തെന്താ പ്രവാചകനെ വിട്ട് ദൈവം അരുളി ചെയ്തെന്താ ഞാൻ ആ വിഷയം ഏറ്റവും നീ ഭയപ്പെടണം. അതെങ്ങനെ സംഭവിച്ചു ചോദിച്ചാൽ സൻഹേരീബിന്റെ നാട്ടിൽ ഭീഷണി മുഴക്കി നിൽക്കുന്ന സൻഹേരീബിന്റെ നാട്ടിൽ ഉണ്ടായി എന്ന് കേട്ട് വേറൊരു മനുഷ്യൻ കേട്ട് വചനം തിരിച്ചുവിട്ടു. അതിനെക്കുറിച്ച് വന്ന വഴിയെ പറഞ്ഞൊരു കാള വരണ്ട് നമ്മുടെ മുമ്പിൽ പറഞ്ഞൊരു കാള വരണ്ട് നമ്മുടെ മുമ്പിൽ കാളെ ഇങ്ങോട്ട് തിരിച്ചത് വന്ന വഴിയോ കാളയെ പിടിച്ച് തിരിച്ചത് വന്ന വഴിയോ ഓടിക്കുന്ന ചിത്രമാണ് അവിടെ ഹിസ്കിയാവിനോട് സംസാരിക്കുന്നത്. വൻ മല പോലെ നിൽക്കുന്ന വിഷയങ്ങൾ മല പോലെ സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനകൾ ഉയരട്ടെ. സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനകൾ സന്നിഗ്ധ ഘട്ടങ്ങൾ നിൽക്കുന്ന സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനകൾ ജീവിതം ഉയർന്നു പ്രാർത്ഥന ദൈവഹിതം നിവർത്തിക്കുന്ന പ്രാർത്ഥന ദൈവഹിതം നിവർത്തിക്കുമ്പോൾ നോക്കി നിൽക്കുമ്പോൾ അങ്ങനെ സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന അങ്ങനെ സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന എന്ന് മാത്രമല്ല എന്റെ അടുത്ത വാക്യം എന്ന് മാത്രമല്ല പ്രാർത്ഥനയുടെ
അതിന്റെ അടുത്ത വാക്യം സ്വർഗ്ഗം തുറക്കുന്ന പ്രാർത്ഥനയുടെ ദേഹരൂപം, അടുത്ത വാക്യം പരിശുദ്ധ ഇറങ്ങി വന്നു, ദേഹരൂപത്തിൽ പ്രാർത്ഥന വാക്യം അവന്റെ നീ എന്റെ പ്രിയപുത്രൻ, നീ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന്, നിന്നിൽ സ്വർഗ്ഗത്തിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. അപ്പൊ നമുക്ക് തീർച്ചയായി കർത്താവിന്റെ തീർച്ചയായി ഒരാവശ്യം പ്രാർത്ഥന അല്ലായിരുന്നു, ഒരാവശ്യം നിവർത്തിക്കാനുള്ള പ്രാർത്ഥന. കർത്താവിന്റെ പ്രാർത്ഥന ദൈവത്തോട്, കർത്താവിന്റെ പ്രാർത്ഥന ഒരു ദൈവത്തോട് സംസാരിക്കുന്ന ഒരു സംഭാഷണമാണ്. സ്തോത്രം. അതായത് സ്തോത്രം, നമ്മളൊരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ, നമ്മൾ ആ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങുകയും കർത്താവിന്റെ ആ ദിവസം അവസാനിക്കുന്നത് വരെയുള്ള ഓരോ മണിക്കൂറുകളിലും ഓരോ മണിക്കൂറുകളിലും എന്തിനേറെ ഓരോ മിനിറ്റുകളിലും എന്തിനേറെ ഓരോ കർത്താവിനോട് അങ്ങോട്ട് പറയും, കർത്താവിനോട് അങ്ങോട്ട് പറയും. ഇത് ഒരു പ്രാർത്ഥനയായി മാറിയിരുന്നത്, ഇത് ഒരു പ്രാർത്ഥനയായി മാറിയിരുന്നത്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ്, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും ദൈവവും തമ്മിൽ ഒരേപോലെ സംഭാഷണം. നമ്മുടെ ജീവിതത്തിൽ ഒരു മിനിറ്റ് വെറുതെ, നമ്മുടെ ജീവിതത്തിൽ ഒരു മിനിറ്റും വെറുതെ ഒരു ഭർത്താവുമായിട്ട് ചെലവഴിക്കാൻ കഴിയുന്ന സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന എന്താണെന്ന് നോക്കിയേ. സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന എന്താണെന്ന് നോക്കിയേ. കർത്താവ് പ്രാർത്ഥന പറഞ്ഞതെന്ന് കർത്താവ് അവിടെ എന്താണ് പറഞ്ഞതെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ദൈവം പറഞ്ഞത് എന്താണെന്ന് കർത്താവ് പറഞ്ഞത് എന്താണെന്ന് ദൈവം ഇങ്ങോട്ട് പറഞ്ഞത് ഈവനെന്റെ ദൈവം ഇങ്ങോട്ട് പറഞ്ഞത് ഈവനെന്റെ എനിക്ക് ഇഷ്ടം തോന്നുന്ന, എനിക്ക് ഇഷ്ടം തോന്നുന്ന ഈ ഒരു മറുപടിയെക്കാളും വലിയൊരു മറുപടി ജീവിതത്തിൽ, ഈ ഒരു മറുപടിയെക്കാളും വലിയൊരു മറുപടി ജീവിതത്തിൽ. അതായത് ഒരു ദൈവബോധനോട്, അതായത് നിനക്ക് 3-ാം മാസം ദൈവബോധനോട് കയറാൻ ഞാൻ ടിക്കറ്റ് തരാം, ഫ്ലൈറ്റ് കയറാൻ ഞാൻ ടിക്കറ്റ് തരാൻ വിലയില്ല, ദൈവശബ്ദത്തിനൊക്കെ ഒരു വിലയില്ല എന്ന് തോന്നിയിട്ടുണ്ട്. നിനക്കൊരു ഏറ്റവും വില കൂടിയ ഒരു സാഹചര്യം ഞാൻ തരാം, വില കൂടിയ സാഹചര്യം ഞാൻ തരാം, വീട് തരാം, കാർ തരാം എന്ന് പറയുന്നൊക്കെ ചപ്പൻ ചവറുമെന്ന് തോന്നുന്നത് ഇത് വായിക്കും. കർത്താവ് പറയുന്നതിന് അറിയാം, നിൽക്കുന്നയാളുണ്ടല്ലോ, കർത്താവ് പറയുന്നതിന് അറിയാം, മോസ്റ്റ് ഫേവറേറ്റ് ആളുണ്ടല്ലോ, എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ്. സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു സ്റ്റുഡന്റ്, കഴിഞ്ഞ ദിവസം ഒരു ഇച്ചിരി ഒരു സ്റ്റുഡന്റ് ഞാൻ വിളിച്ചിങ്ങനെ സംസാരിച്ചിങ്ങനെ പറഞ്ഞു, ഞാൻ വിളിച്ചിങ്ങനെ സംസാരിച്ച എനിക്ക് ഇങ്ങനെ പറഞ്ഞു, വളരെ താല്പര്യമുണ്ടായിരുന്ന, എനിക്ക് വളരെ കാണുമ്പോൾ എന്റെ മനസ്സിലൊരു വിഷമം കാണുമ്പോൾ എന്റെ മനസ്സിലൊരു വിഷമം പറഞ്ഞത് ആളൊക്കെ എന്റെ മനസ്സിന് വിഷമമായി എന്ന് പറഞ്ഞത് ആ എന്റെ മനസ്സിന് വിഷമമായി എന്ന് പറഞ്ഞത് ആ സ്റ്റുഡൻസിൽ ഭയങ്കരമായിട്ട് ആ വ്യക്തിയോട് ഭയങ്കരമായിട്ട് ആ വ്യക്തിയോട് എനിക്ക് താല്പര്യമുണ്ടെന്ന് പറയുന്ന ആ വ്യക്തി. ഒരു ചെറിയ സമൂഹത്തിനകത്ത് ഇത്രയും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഈ ചെറിയ സമൂഹത്തിനകത്ത് ഇത്രയും ഒരു കാര്യം സകല ചരാചര സൃഷ്ടിനാഥനുമായ സർവശക്തൻ, എല്ലാറ്റിനും സർവശക്തൻ ഈ നിൽക്കുന്ന ആളുകളുടെ മുമ്പിൽ ഇതിനേക്കാൾ ഫേവറേറ്റ് ആളെ കേൾക്കാനാണോ? ഇതിനേക്കാളും വലിയൊരു ശബ്ദം പിന്നെ കേൾക്കാനുണ്ടോ? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളെ കേൾക്കുന്ന ദൈവമക്കളെ കൂടി ഇതിനേക്കാളും പ്രാർത്ഥനയുടെ മറുപടി, ഇതിനേക്കാളും വലിയൊരു മറുപടി. ഹല്ലേലൂയ. ഈ മറുപടി കിട്ടാൻ തുറക്കുമ്പോഴും മനുഷ്യൻ തലചായ്ക്കാൻ ഇടയില്ല, തുറക്കുമ്പോഴും അതങ്ങനെ തന്നെ തലചായ്ക്കാൻ ഇടയില്ല. അതങ്ങനെ തന്നെ കർത്താവിനെ ഒറ്റ കൊടുക്കാനും തള്ളി പറയാനേ, അവിടെ കർത്താവിനാനും തള്ളി പറയാനും വെച്ചു കൊടുക്കാനുള്ള കൊടുക്കാനുള്ള പ്ലാനുകൾക്ക് മാറ്റമില്ലാത്ത ജീവിതമല്ല പ്രിയപുത്രൻ, ഇല്ലാത്ത ജീവിതമല്ല പ്രിയപുത്രൻ, തകർച്ചകളില്ലാത്ത ജീവിതമല്ല, തകർച്ചകളില്ലാത്ത ജീവിതമല്ല. പക്ഷെ ആ ജീവിതത്തിന് സന്തോഷമെന്നറിയാമോ? പക്ഷെ ആ ജീവിതത്തിന് സന്തോഷമെന്നറിയാമോ? സ്വർഗ്ഗീവക്ക് നമ്മളെ അഭിലാഷമുള്ള ദൈവം നമ്മളെ വിരച്ചുകൊണ്ടിട്ട് ഈ ജീവിതത്തിന്റെ അനുഭൂതിയാണെന്ന് പറയുന്ന ജീവിതത്തിന്റെ അനുഭവമാണ് പ്രാർത്ഥന. ഹല്ലേലൂയ.
അതായത് ഇങ്ങനെയൊക്കെ കേൾക്കാൻ തുടങ്ങിയ എപ്പോഴും കേൾക്കാൻ തുടങ്ങിയ എപ്പോഴും ആഗ്രഹമുണ്ടാവും. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് നമ്മുടെ ചർച്ചിലെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് നമ്മുടെ ചർച്ചിലെ ഇടയ്ക്കൊക്കെ അവരെ കുട്ടികൾ ഓളത്തിലുണ്ട് തട്ട് തട്ടിട്ട് ഇടയ്ക്കൊക്കെ അവരെ കാണുമ്പോൾ ഓളത്തിലുണ്ട് തട്ട് തട്ടിട്ട് ഡ്രസ്സാണല്ലോ ഇത് എന്നൊക്കെ പറഞ്ഞ് രണ്ട് അഭിനന്ദനത്തിന്റെ ഡ്രസ്സാണല്ലോ ഇത് എന്നൊക്കെ പറഞ്ഞ് രണ്ട് അഭിനന്ദനത്തിന്റെ വാക്കുകളും പറഞ്ഞതും കാണുമ്പോൾ ആ കുട്ടികൾ ഓടി വരും. കാണുമ്പോൾ ആ കുട്ടികൾ ഓടി വരും. എന്തിനാണെന്നറിയാമോ? നല്ല വാക്ക് കേൾക്കാൻ. അവൻ നമുക്ക് മനസ്സിലാവും സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന. അവൻ നമുക്ക് മനസ്സിലാവും സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന. ജീവിതാഭിലാഷം അത് കേട്ടോണ്ടിരിക്കുന്നുണ്ട് ദൈവസാന്നിധ്യത്തിന്. എത്ര വിലമതിക്കുന്നുണ്ട് ദൈവസാന്നിധ്യത്തിന്. പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരാള് പുതിയ നമ്മളെ അഭിനന്ദിക്കുന്നെങ്കിൽ നമുക്ക് ഭയങ്കര സ്വാർത്ഥതയൊന്നുമല്ല കേൾക്കാൻ. അതൊരു സന്തോഷം തരും. സ്വാർത്ഥതയൊന്നുമല്ല, അതൊരു സന്തോഷം തരുന്ന പോലെ വേറെ വെച്ചാൽ മർക്കോസിന്റെ സുവിശേഷം വെച്ചാൽ 1-ാം അധ്യായത്തിന്റെ മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ വാക്യം 1-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം 1:35 അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട സ്ഥലത്ത് എന്ന് പ്രാർത്ഥിച്ചു. ഒരു നിർജ്ജന സ്ഥലത്ത് എന്ന് പ്രാർത്ഥിച്ചു. അധികാലത്ത് എഴുന്നേറ്റ്. ഞാനിത് വായിച്ചപ്പോ എന്റെ മനസ്സിലേക്ക് വന്ന ചിത്രം എന്താണെന്നറിയാം? ഞാനിത് വായിച്ചപ്പോ എന്റെ മനസ്സിലേക്ക് വന്ന ചിത്രം ഒരു രാത്രി മുഴുവനും കിടക്കുമ്പോ നിങ്ങൾ ഒരു ദൂരയാത്ര പോകാൻ പോവാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഒരു ദൂരയാത്ര പോകാൻ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾ ഒരുമിച്ചാണ് വെളുപ്പിന് 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. നിങ്ങൾ വെളുപ്പിന് 5 മണിക്ക് വീട്ടിൽ അലാം വെച്ചിട്ടുണ്ട്. നിങ്ങൾ 4 മണിക്ക് അലാം വെച്ചിട്ടുണ്ട്. 1 മണിയായപ്പോൾ ചായ എന്നെ എഴുന്നേക്കാൻ കാര്യം. 1 മണിയായപ്പോൾ ചായ 4 മണിയായോ എന്നെ എഴുന്നേക്കാൻ കാര്യം. പിന്നെ ഒരു 6 മണിയായോന്ന് ഒരു 3 മണിയായോ പിന്നെ ചാടി എഴുന്നേറ്റും. പോകാൻ സമയം ഒരു 3 മണിയായോ പിന്നെ ചാടി എഴുന്നേറ്റും. കാരണം ഇവിടെ ഉറങ്ങാൻ പറ്റുന്നില്ല. അതുപോലെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകുക എന്ന് പറയുന്നതോടൊപ്പം ഇഷ്ടമുള്ള മനസ്സിനെ സ്വാധീനിച്ചാൽ പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോഴും കർത്താവിന്റെ മനസ്സില് കർത്താവിനോടൊപ്പം സമയം കഴിയണം. പിതാവിനോടൊപ്പം സമയം ചെലവഴിക്കണം. എഴുന്നേൽക്കുമ്പോ പിന്നെ ഒന്നും ആരുമില്ലാത്ത നിർജ്ജന പ്രദേശത്ത് പോയിട്ട് സ്വർഗം തുറക്കും. ഇതുപോലെ സ്വർഗം തുറക്കും. കൊതിയുണ്ട്. ഇതുപോലെ നമ്മുടെ ഒരു കൊതിയുണ്ട്. ഒരു പടി കൂടെ കടന്നു പറയാം. ഞാൻ ഇങ്ങനെയൊക്കെ ദൈവത്തോട് കടന്നു പറയാം. ഇങ്ങനെയൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യം പോലും വരില്ല. ആവശ്യം പോലും വരില്ല. അപ്പ എന്നൊരു വിളി വിളിച്ച നമ്മളൊരു ആവശ്യം ഒരു സുഹൃത്തുക്കളുടെ അടുത്ത് നേടിയെടുക്കണമെങ്കിൽ നമ്മളൊരു ആവശ്യം സുഹൃത്തുക്കളെ നേടിയെടുക്കാനും ചില സുഹൃത്തുക്കളെ വേറെ ചിലരോട് 5-6 പ്രാവശ്യം സംസാരിച്ച ചിലപ്പോൾ നടക്കും. വേറെ ചിലരോട് 5-6 പ്രാവശ്യം സംസാരിച്ച ചിലപ്പോൾ ആവശ്യം മുഴുവൻ മറ്റു ചിലരുണ്ട്. ആവശ്യം മുഴുവൻ പറഞ്ഞു തീർക്കണ്ട. അതിന്റെ മുൻപേ ചോദിക്കും ഞാൻ എന്താ ചെയ്യേണ്ടത്. അത് ബന്ധമാണ്. അങ്ങനെയുള്ള പ്രാർത്ഥനയിലാണ് സ്വർഗം തുറക്കുന്നത്. ദൈവമക്കളോട് ഞാൻ പറയാം, എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളോട് ഞാൻ പറയാം, ജൽപ്പനത്തിന്റെ എന്ന് തുടങ്ങുന്ന ഒരു സെന്റൻസും അവസാനിക്കുന്ന ഒരു സെന്റൻസ് മനസ്സിൽ പാടി പതിഞ്ഞ ഒരു സെന്റൻസും ആ വാചകങ്ങൾ പാടി പതിഞ്ഞാക്കുന്ന ആ വാചകങ്ങൾ അപ്പുറത്തേക്ക് വളർന്നു പോകാൻ, അതിന്റെ അപ്പുറത്തേക്ക് വളർന്നു പോകാൻ ദൈവം നമ്മളെ സഹായിക്കും. ഉയർന്നു നിൽക്കാൻ അങ്ങനെയാകുമ്പോൾ സഹായിക്കും. നമ്മുടെ പ്രാർത്ഥനയിൽ ആ മാതൃകയാണ് നമ്മുടെ കർത്താവ്. ആ മാതൃകയാണ് നമ്മുടെ വചനങ്ങളാൽ കാണിച്ചു തരുന്നത്. അനുഗ്രഹിക്കട്ടെ.
കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദിവസത്തിലേക്ക് ഈ വചനത്തിന് മുമ്പാകെ ലോകത്തിലേക ആശ്രയം, ലോകത്തിലേക ആശ്രയം, ഏറി വന്നാലുങ്ങൾ ഏറി വന്നാലത്തിലേക ആശ്രയം, ശോകങ്ങൾ